നമ്മുടെ സംസ്ഥാനത്തെ ഓണാഘോഷം 2024 ചൂരൽമല ദുരന്തം കാരണം സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. 2023 വളരെ നല്ല നിലയിൽ നമുക്ക് ഓണാഘോഷം സംസ്ഥാനത്താകെ സംഘടിപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ സംസ്ഥാനത്തുള്ളവർ മാത്രമല്ല, ലോകത്താകെയുള്ള മലയാളികൾ, അവരുടെ അസോസിയേഷൻ ഒക്കെ വളരെ വിപുലമായി ഓണാഘോഷം സംഘടിപ്പിച്ചു വരികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടി, ആ ഓണാഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്. നാളെ വൈകുന്നേരം 6 മണിക്ക് കനകക്കുന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓണാഘോഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ബഹുമാനപ്പെട്ട മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, MP-മാർ, MLA-മാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തുടങ്ങിയ ജനപ്രതിനിധികൾ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമാണ്. ചലച്ചിത്ര മേഖലയിലെ പ്രശസ്തരായ തമിഴ് സിനിമാ താരം ജയൻ രവി, നമ്മുടെ ബേസിൽ ജോസഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാവും. സെപ്റ്റംബർ മാസം 9-നാണ് ഘോഷയാത്ര. വൈകുന്നേരം ഘോഷയാത്ര ഓണാഘോഷത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കും. ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും, ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട ഗവർണറെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിപ്പോൾ പോയി കണ്ടു, ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ക്ഷണത്തിൻ്റെ ഭാഗമായി ഗവർണറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓണക്കോടിയും കൈമാറിയിട്ടുണ്ട്. ഗവർണർ ഓണാഘോഷ പരിപാടികൾക്ക് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ സബ് കമ്മിറ്റികളുടെ യോഗം വളരെ വിശദമായി തന്നെ ചേർന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഘോഷയാത്രയുടെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ സബ് കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. വിവിധ വകുപ്പ് മേധാവികളടക്കം പങ്കെടുത്ത യോഗത്തിൽ ഘോഷയാത്രക്കുള്ള പ്ലോട്ട് ഒരുക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു. ഏറ്റവും ആകർഷകമായി മാതൃകാപരമായി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് പൊതുവെ നടത്തി വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാം, ടോട്ടലി എടുത്ത് പരിശോധിച്ചാൽ ഓണാഘോഷങ്ങളുടെ മുഖ്യ ആകർഷണം തലസ്ഥാനത്തെ ഓണാഘോഷമാണ്. 33 വേദികളിലായി വൈവിധ്യങ്ങളായ പരിപാടികളുമായാണ് തിരുവനന്തപുരത്ത് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. 10,000-ഓളം വരുന്ന വിവിധ കലാകാരന്മാർ വിവിധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി പുതുമയാർന്ന പരിപാടികൾ ഉൾപ്പെടെ തലസ്ഥാനത്ത് ഒരുക്കുന്നുണ്ട്. സെപ്റ്റംബർ മാസം 5, 6, 7 തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോ ഒരുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവയ്ക്ക് മുകളിലായാണ് ഡ്രോൺ ലൈറ്റ് ഷോ സംഘടിപ്പിക്കുന്നത്. 15 മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്ന ഡ്രോൺ ഷോയാണ് ഒരുക്കുന്നത്. 1000-ഓളം ഡ്രോണുകളാണ് ഈ ഷോയിൽ പങ്കെടുക്കുക. നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നതാകും ഡ്രോൺ ഷോ. ഡ്രോൺ ഷോ തിരുവനന്തപുരത്തെ ഓണത്തിന് നവ്യാനുഭവം സമ്മാനിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മൾ കുറച്ചു കാലമായി മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് ഓണത്തിന് വളരെ നേരത്തെ തന്നെ വിദേശ സഞ്ചാരികളെ ക്ഷണിച്ച് കൊണ്ടുവരിക, അവരെ അതിഥികളാക്കുക എന്നുള്ളത്. ഇത്തവണ നമ്മൾ അതിൻ്റെ ഭാഗമായി വളരെ നേരത്തെ തന്നെ വിദേശ സഞ്ചാരികളെ ക്ഷണിക്കാൻ പ്രത്യേകം ഇടപെടൽ നടത്തി. അതിൻ്റെ ഭാഗമായി 10 രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മാത്രം പങ്കെടുക്കുന്നുണ്ട്. UK, ഫ്രാൻസ് ഉൾപ്പെടെ വിയറ്റ്നാം, ഇന്തോനേഷ്യ, തായ്വാൻ, ശ്രീലങ്ക, നേപ്പാൾ, മലേഷ്യ, റൊമാനിയ, സൗത്ത് കൊറിയ എന്നിവയിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ വരുന്നുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി 10 രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ ഗസ്റ്റായി വരുന്നു എന്നുള്ളത് ദീർഘകാലമായി നമ്മൾ ആലോചിക്കണം എന്ന് പൊതുവെ നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്.
അവർക്ക് പ്രത്യേക ഇരിപ്പിടം ഒരുക്കും, അവർക്കൊരു പ്രത്യേക ലഞ്ചും പിന്നീട് നൽകുന്നതായിരിക്കും. ഇങ്ങനെ ഓണാഘോഷം മറ്റ് ജില്ലകളിൽ നല്ല നിലയിൽ നടത്തും. വളരെ വിശദമായി തിരുവനന്തപുരത്തെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പറയും. അപ്പോൾ ഓണാഘോഷം നമുക്ക് എല്ലാവർക്കും ഒരു ടീമായി നിന്നുകൊണ്ട് മികച്ച നിലയിൽ സംഘടിപ്പിക്കണം. ഈ ഗവൺമെൻറ് വന്ന 2021 ഓണാഘോഷം സംഘടിപ്പിക്കാനായില്ല, കോവിഡായിരുന്നു കാരണം. 2022 2023 നമുക്ക് നല്ല നിലയിൽ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി ഓണാഘോഷം സംഘടിപ്പിക്കാനായി. 2024 ചൂരൽമല ദുരന്തം കാരണം ഓണാഘോഷം സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ളത് 3ാമത്തെ ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും നന്നായി സംഘടിപ്പിക്കാം. നിങ്ങളെല്ലാവരും കുടുംബസമേതം ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമാകണം. നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ, മാനവികതയുടെ, മതസാഹോദര്യത്തിൻ്റെ, സമൃദ്ധിയുടെയൊക്കെ സന്ദേശം നൽകുന്ന ഓണാഘോഷം തലസ്ഥാനത്ത് ഏറ്റവും നല്ല നിലയിൽ നമുക്ക് സംഘടിപ്പിക്കാനാകണം.